വാഴ എന്ന സിനിമയിൽ ഈ 3 പേര് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത്? നിങ്ങൾ വിചാരിക്കാൻ ഞാൻ നെഗറ്റീവ് പറയാൻ പോകുന്നു, ഒരിക്കലുമല്ല. ചെറുപ്പം മുതൽ നമ്മൾ ഈ ഗൾഫ് ഷോയുടെ CD ഒക്കെ കാണുന്ന ആൾക്കാരാണ്. ഈ കോമഡി പരിപാടിയൊക്കെ അന്ന് CD യുടെ കാലമാണ്. അന്ന് മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് കോട്ടയം നസീർ. കോട്ടയം നസീറിന്റെ പരിപാടി ഇല്ലാത്ത ഗൾഫ് ഷോ ഒന്നും കാണൂല, CD ഒന്നും കാണൂല. അതിനുശേഷം നോബി വരുന്നു, അസീസൊക്കെ വരുന്നു. ഈ ചിരിപ്പിച്ചുകൊണ്ടിരുന്നവർ കരയിപ്പിക്കുന്ന രീതിയിൽ എത്ര മനോഹരമായിട്ടാണ് നിങ്ങളിപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര നന്നായിട്ടാണ് നിങ്ങൾ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഏതാണ്ട് ഇവിടെ ഒരു വിങ്ങലുണ്ടാക്കുന്ന രീതിയിൽ ഒരു ഇറ്റ് കണ്ണുതുള്ളി വരുന്ന രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ഈ എത്തി നിൽക്കുന്ന ഈ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ പലപ്പോഴും വിശപ്പ് സഹിച്ചിട്ടുണ്ടായിരിക്കും, വലിയ വലിയ ഇൻസൾട്ടുകൾ സഹിച്ചിട്ടുണ്ടായിരിക്കും, ഭാവി എന്താണെന്ന് ചിന്തിച്ച് നിങ്ങൾ കട്ടിലിൽ ഉറക്കമില്ലാതെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. എല്ലാം നമുക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസ്, ബാക്കിയുള്ള നടന്മാരെയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ നിങ്ങളെ മാത്രം പറയുന്നത്, നിങ്ങളുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. കോട്ടയം നസീറിന്റെ അസീസ് ആയാലും നോബിയൊക്കെ ആയാലും ഇതിനകത്ത് എൻ്റെ ഫേവറേറ്റ് ചോയ്സ്